സദാശിവസമാരംഭാം മണ്ഡക്യോപനിഷത്ത്. ഓമിത്യേദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്രകാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാ. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസത്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുഗ്വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞസത്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക്തേജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യത് തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയോ യാനന്ദഭുക്ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. യേഷ സർവേശ്വര യേഷ സർവജ്ഞേഷ അന്തര്യാമി ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തെ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്രാ മാത്രാശ്ച പാദ മകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരാധിമത്വാൻ വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യ ഏവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉപാരോ ദ്വിതീയാ മാത്ര ഉത്കർഷ ഉഭയത്വാ ഉത്കർഷദിഹ വൈ ജ്ഞാനസന്തതിം സമാനസ്യ ഭവതി നാസ്യാ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ.
സുഷുപ്തസ്ഥാനപ്രാജ്ഞോ മകാര തൃതീയാ മാത്ര മിതിരപീതിർവാമിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി യം വേദ. അമാത്രശ്ചതുർത്ഥോ അവ്യവഹാരിക പ്രപഞ്ചോ വശൻ ശിവോ അദ്വൈത ഏവമോംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. അനാഥശാന്തി പ്രകടനത്തിൽ 68ാമത് കാര്യം. യഥാ സ്വപ്നമയോ ജീവോ ജായത്തെ മ്രിയത്തെ ച തഥാ ജീവാ അമി സർവേ ഭവന്തി ന ഭവന്തി ച. യഥാ സ്വപ്നമയോ ജീവ. സ്വപ്ന ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുന്നു. ജാഗ്രതനെ മനസ്സിലാക്കാൻ വേണ്ടി സ്വപ്നമയനായിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് സ്വപ്നം കാണുന്നയാൾ കാണുന്ന ജീവൻ, അതാണ് സ്വപ്നമയനായ ജീവൻ. അവിടെയും ജായതേ മ്രിയതേ, അവിടെയും ജനന മരണങ്ങളെല്ലാം സംഭവിക്കുന്നു. സ്വപ്നത്തിലൊരാൾ ജനിക്കുന്നതായും മരിക്കുന്നതായും അനുഭവപ്പെടാം. അതുപോലെയുള്ളൂ തഥാ അമി സർവേ ജീവ. അതുപോലെ തന്നെയാണ് ഇവിടെ കാണുന്ന സർവ്വജീവന്മാരും. കാരണം ഇവിടെയും ബാഹ്യമായി ജനന മരണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം ജനന മരണങ്ങളെക്കുറിച്ചും സങ്കല്പിക്കുന്നുണ്ട്. പുറമേയുള്ള മാത്രമല്ല, കാഴ്ചക്കാരന്റെ ജനന മരണങ്ങളെക്കുറിച്ച് കൂടി ചേർത്ത് പറയുകയാണ്. സർവേ ഭവന്തി ന ഭവന്തി. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഉത്പത്തി വിനാശങ്ങൾ വരുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഈ ഉത്പത്തി വിനാശങ്ങൾ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന പോലെ തന്നെയാണ്. മുമ്പ് കഴിഞ്ഞ പരിയിൽ പറഞ്ഞു, ദൃശ്യങ്ങൾ ദർശനത്തിൽ നിന്നും വേറിട്ടില്ല. അതാണ് പ്രധാനമായിട്ടും. ചിത്തചൈത്യം അതിന്റെ അഭേദത്തെക്കുറിച്ച് പറഞ്ഞു. അത് അഭേദമാണെങ്കിൽ അഭേദമായി തന്നെ അനുഭവപ്പെടണം. ഇവിടെ അനുഭവപ്പെടുന്നത് ഭേദരൂപത്തിലാണ്. ഭേദരൂപത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ജനന മരണങ്ങൾ അനുഭവപ്പെടുന്നത്. അഭേദം എന്തുകൊണ്ട് ഭേദരൂപത്തിൽ അനുഭവപ്പെടുന്നു? ഭേദരൂപത്തിൽ അനുഭവപ്പെട്ടാൽ അതെങ്ങനെ അഭേദമാകും? അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ദർശനങ്ങളുടെ അഭേദം ശാസ്ത്രത്തിൽ പറയുന്നു, അതൊരു തത്വമായി പറയുന്നു. അനുഭവം അങ്ങനെയല്ല. അനുഭവത്തിൽ ഭേദമാണ് അനുഭവപ്പെടുന്നത്. അനുഭവത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അനുഭവം കൊണ്ട് നിഷേധിക്കാം.
പക്ഷെ അനുഭവം കൊണ്ട് നിഷേധിക്കണമെങ്കിൽ അനുഭവം സത്യമായിരിക്കും, എന്നാലേ അനുഭവം കൊണ്ട് നിഷേധിക്കാൻ പറ്റും. മുമ്പ് കാരികയിൽ പറഞ്ഞ കാര്യത്തെ ഒരാൾ പറയുകയാണ്, നിങ്ങൾ പറയുന്ന അഭേദത്തെ അനുഭവം കൊണ്ട് നിഷേധിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു അനുഭവം കൊണ്ട് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം അനുഭവം സത്യമാണെങ്കിൽ അതൊന്നും നിഷേധിക്കാൻ പറ്റും. അനുഭവത്തെ അംഗീകരിക്കാം, പക്ഷെ അനുഭവം കൊണ്ട് ഈ അഭേദത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. ഈ കാര്യം അതിനു വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് സാധ്യമല്ല? കാരണം ഈ അനുഭവം സത്യമല്ലാത്തതുകൊണ്ട്. അനുഭവമായിരിക്കുക എന്നാൽ അത് സത്യമല്ലായിരിക്കുക എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അനുസ്വാനം പറയുന്നു, അനുഭവമായതുകൊണ്ടൊന്നും സത്യമായി കൊള്ളണമെന്നില്ല. നിങ്ങൾ ജാഗ്രതത്തിന് സത്യമെന്ന് എന്തുകൊണ്ട് പറയുന്നു? സത്യമെന്ന് പറയാൻ കാരണം പറയുന്നതിന്റെ അനുഭവമാണ്, അതാണെന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിന് പ്രമാണമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് സ്വാനുഭവത്തെയാണ്. സാധാരണ ഏത് കാര്യത്തെ സംബന്ധിച്ചും അങ്ങനെയാണ് പറയുന്നത്. അതെന്തുകൊണ്ട് സത്യമായതിന്റെ അനുഭവമാണ് പറയും. ഞാൻ കേട്ടത് കൊണ്ട് സത്യം, ഞാൻ കണ്ടതുകൊണ്ടത് സത്യം, ഞാൻ അറിഞ്ഞതുകൊണ്ട് അത് സത്യം, ഇങ്ങനെ പറയും. അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. കാരണം അനുഭവമായതുകൊണ്ടൊന്നും സത്യമാവണമെന്നല്ല, അല്ലെങ്കിൽ അനുഭവത്തെ സത്യത്തിന് പ്രമാണമാണെന്ന് നമ്മൾ കരുതുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ അനുഭവങ്ങളെയും സത്യമെന്ന് പറയേണ്ടി വരും. ഒരനുഭവത്തെ സത്യത്തിന് പ്രമാണമായി സ്വീകരിക്കുകയും മറ്റൊന്നിനെ അങ്ങനെ അല്ലാതെ സ്വീകരിക്കാനും പറ്റത്തില്ല. ഉദാഹരണം സ്വപ്നം തന്നെ. സ്വപ്നം അനുഭവമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്വപ്നം എനിക്ക് അനുഭവപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മറിച്ച് അനുഭവപ്പെട്ടെന്നേ പറയാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അനുഭവപ്പെട്ടതുകൊണ്ട് സ്വപ്ന ദർശനം, സ്വപ്ന ദൃശ്യങ്ങൾ സത്യമെന്ന് പറയാൻ കഴിയത്തില്ല. അപ്പൊ സത്യത്തിന് അനുഭവത്തെ പ്രമാണമായി എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അത് മാത്രമല്ല, ഇവിടെ സമർത്ഥിക്കുന്ന എന്താണ്? അനുഭവം ആയതുകൊണ്ട് തന്നെ ഇത് സത്യമായിരിക്കത്തില്ല എന്ന് തിരിച്ചു പറയുന്നതിന് ആണ് വാസ്തവത്തിൽ ഈ അനുഭവം പ്രമാണമായിരിക്കുന്നത്. എന്നുവെച്ചാൽ അനുഭവം നമ്മൾ അനുഭവിക്കുന്നത് സത്യമെന്നുള്ളതിനല്ല, അനുഭവം അനുഭവിക്കുന്നതിന് അസത്യമെന്നുള്ളതിന് പ്രമാണമാണ്. എന്തുകൊണ്ട്? സ്വപ്നം അനുഭവിച്ചു വളർന്നതിന് ശേഷം പറയുന്നു അത് അനുഭവിച്ചതുകൊണ്ട് തന്നെ അത് അസത്യമാണ്. അതാണ് സുഷുപ്തി സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം. സുഷുപ്തിയെ സംബന്ധിച്ച് നമുക്ക് സത്യമെന്നോ അസത്യമെന്നോ ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ അനുഭവമില്ല. സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണ്? അത് അസത്യമാണ്. എന്തുകൊണ്ടത് ഉറപ്പിച്ച് പറയുന്നു? കാരണം അവിടെ അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ അനുഭവം എന്ന് പറയുന്നത് സത്യത്തിനാണോ പ്രമാണം, അതേ അസത്യത്തിനാണോ പ്രമാണം? അനുഭവം അസത്യത്തിന് പ്രമാണമാണ് എന്നാണ് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കുന്നത്. അപ്പൊ സ്വപ്നം അനുഭവമാണെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിനെ എന്ത് വിളിക്കും? ജാഗ്രതും അനുഭവം തന്നെയാണ്. അനുഭവം സത്യത്തിനല്ല അസത്യത്തിനാണ് പ്രമാണമെങ്കിൽ ഈ ജാഗ്രതും അസത്യത്തിനാണ് പ്രമാണം. ജാഗ്രതത്തിലെ ദർശന ദൃശ്യങ്ങൾ ഇത് അസത്താണ്, ഇത് പരമാർത്ഥമല്ല. അതാണ് യുക്തി ഇവിടെ പറയുന്നത്. യുക്തി മാത്രമല്ല, നമ്മുടെ അനുഭവം അങ്ങനെയാണ്. ഒരനുഭവം അനുഭവത്തിന് ശേഷം അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അനുഭവമായതുകൊണ്ട് തന്നെ അതിന് സമാനമായ ഏതനുഭവങ്ങളും അസത്യമാണെന്ന് ബോധ്യപ്പെടാം. അതിപ്പോ ബോധ്യപ്പെടുന്നില്ലല്ലോ എന്ന് ചോദിക്കും. കാരണം അത് ആ അനുഭവം തുടരുന്നു. ആ അനുഭവത്തിൽ നിന്ന് മാറിയാൽ അത് അസത്യമാണെന്ന് ബോധ്യപ്പെടാം. അനുഭവത്തിൽ തുടരുന്നത് കൊണ്ടാണ്
സത്യമാണെന്ന് തോന്നുന്നത്. അത് സ്വപ്നത്തിനും അങ്ങനെ തന്നെയായിരുന്നു. എത്ര കാലം സ്വപ്നാനുഭവത്തിൽ തുടർന്നിരുന്നോ അത്രയും കാലം അത് സത്യം തന്നെയായിരുന്നു. എപ്പോഴാണോ അതിൽ നിന്നും മാറാൻ കഴിഞ്ഞത് അപ്പോഴേ അത് അസത്യമാണ്. അതുപോലെ ഈ ജാഗ്രത അനുഭവവും അസത്യമായി തീരും. ഈ അനുഭവത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഇത് സത്യമായ അനുഭവം. പക്ഷെ അനുഭവത്തിൽ നിന്ന് മാറിയാൽ അത് അസത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് ഭേദ അനുഭവം ഒരിക്കലും സത്യത്തിന് പ്രമാണമല്ല. അത് സ്വപ്നത്തെ പരിശോധിച്ച് നോക്കുക. അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായില്ലെന്ന് പറയേണ്ടി. അതുകൊണ്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിനെ സത്യം എന്ന് നമ്മൾ പറയുന്നത്, നമ്മളങ്ങനെ ധരിച്ചിരിക്കുന്നത്, അത് യുക്തിക്ക് നിരക്കുന്നതല്ല. നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞെന്താണോ, ഇത് വിജ്ഞാനം വ്യതിരിക്തമായി ചിത്തിൽ നിന്ന് അന്യമായി ഇതൊന്നും നിലനിൽക്കുന്നില്ല. എന്നാൽ വിജ്ഞാനം വ്യതിരിക്തമാണെന്നുള്ള അനുഭവമുണ്ട്. വിജ്ഞാനം വ്യതിരിക്തമല്ലാത്തവയെ വിജ്ഞാനം വ്യതിരിക്തമായി അനുഭവപ്പെടുന്നത് അത് അസത്യമാണ്. അതിന് ദൃഷ്ടാന്തം സ്വപ്നമാണ്. അതാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതിലൂടെ ഭാഷ്യകാരൻ കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടില്ല, കാരണം ഇത് മുമ്പ് വിശദീകരിച്ചതുകൊണ്ട്. യഥാ സ്വപ്നമയോ ജീവോ ജയതേ മ്രിയതേപി ച തഥാ ജീവ അമി സർവേ ഭവന്തി ന ഭവന്തി ച യഥാ മായാമയോ ജീവോ ജായതേ മ്രിയതേപി ച തഥാ ജീവ അമി സർവേ ഭവന്തി ന ഭവന്തി ച. യഥാ മായാമയോ ജീവ, മായാമയനായ ജീവൻ ജായതേയും മ്രിയതേപി ച, ജനിക്കുകയും മരിക്കുകയും ചെയ്യും. ഇതെന്തിനാ ഇത് പറയുന്നത്? കാരണം ജാഗ്രതയിലെ അനുഭവങ്ങൾ പറയുമ്പോൾ ഉടൻ സ്വപ്നത്തിലേക്ക് പോകും. സ്വപ്നം അസത്യമാണ്, അത് ക്ഷണികമാണ്, ഇങ്ങനെയൊക്കെയാണ് അനുഭവം. പക്ഷെ അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു ഉദാഹരണത്തിലൂടെ സത്യമാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നിനെ എങ്ങനെ അസത്യമാക്കാൻ പറ്റും? മറ്റത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാണ്. ഇതങ്ങനെ ബോധ്യപ്പെടാത്തതാണ്. ജാഗ്രതും അതുപോലെ അസത്യമാണെന്ന് പറയാൻ സ്വപ്നത്തെ ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുന്നത് ശരിയല്ല. കാരണം ഇത് രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്, ഒന്നിന് സമാനമല്ല മറ്റൊന്ന്. അങ്ങനെ പറയാം. ചോദ്യം ചോദിക്കുന്ന ആൾ പറയുകയാണ്, ദൃഷ്ടാന്തം എപ്പോഴും സമാനമായിരിക്കും. നമ്മൾ ജാഗ്രതയിലെ അനുഭവങ്ങൾ പരമാർത്ഥമല്ല എന്ന് പറയുന്നതിന് ജാഗ്രതയിൽ ഉദാഹരണത്തിൽ, അല്ലാതെ സ്വപ്നത്തിലേക്ക് പോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ജാഗ്രതയിലെ ഉദാഹരണമാണ് അടുത്ത് പറയുന്നത്. ജാഗ്രതയിലും അത് തെളിയിക്കാം. എന്താണ് തെളിയിക്കുന്നത്? ഒരു കാര്യം അനുഭവപ്പെടുന്നത് കൊണ്ട് മാത്രം അത് സത്യം ആകണമെന്നില്ല. അതിന് ജാഗ്രതയിൽ എന്താണ്? മായാമയം, ഇന്ദ്രജാലക്കാരൻ. അങ്ങനെയാണ് മായാമയം എന്ന് പറയുന്നത്. ഇന്ദ്രജാലക്കാരൻ ആനയും കുതിരയും എല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു. വളരെ സമർത്ഥനായ ഒരാളാണെങ്കിൽ അവിടെ അയാൾക്ക് ജനന മരണങ്ങളെല്ലാം നമുക്കുണ്ടാക്കി ബോധ്യപ്പെടുത്താൻ പറ്റും. അത് ജാഗ്രതയിലാണല്ലോ സംഭവിക്കുന്നത്, സ്വപ്നത്തിലല്ല. ജാഗ്രതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത്. സ്വപ്നമെന്ന് പറയത്തില്ല, കാരണം അവിടെ ഉറങ്ങുന്നില്ല.
ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ജാഗ്രതത്തിൽ അത് അനുഭവമാണ്. ഇന്ദ്രജാലം കണ്ടതിന് ശേഷം ഞാൻ ഇന്ദ്രജാലമേ കണ്ടിട്ടില്ല എന്നാർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് അനുഭവമായിരുന്നിട്ടും പ്രത്യക്ഷമായ അനുഭവമായിരുന്നിട്ടും അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. ഒരു ദൃഷ്ടാന്തത്തിലൂടെ അനുഭവം അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നതിന് സ്വപ്നം വരെ പോകണമെന്നില്ല. ജാഗ്രതയിൽ തന്നെ അതുണ്ടാകാം. അവിടെ ആർക്കും വാശി പിടിക്കാൻ പറ്റത്തില്ല. എന്താണ്, ഞാനത് സത്യമായി അനുഭവിച്ചതാണ്, അതുകൊണ്ട് അതെപ്പോഴും സത്യമായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയും പറയും എന്താണ്, ഞാനത് സത്യമായി അനുഭവിച്ചെങ്കിലും ഞാനിപ്പോ ഇന്ദ്രജാലക്കാരന്റെ മായാശക്തിയിൽ നിന്ന് ഞാൻ മുക്തനായി. ഞാൻ ഇന്ദ്രജാലത്തിലാകപ്പെട്ടിരിക്കുകയല്ല എന്റെ മനസ്സ്. അപ്പോൾ ഞാൻ മുക്തനായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് ബോധിക്കുന്നു. എന്താണ്, അവിടെ കണ്ട ആനയും കുതിരയൊന്നും സത്യമല്ല. അത് ജാഗ്രതയിലും ബോധിക്കാൻ പറ്റും, ദൃഷ്ടാന്തത്തിലൂടെ. അപ്പോ ഇത് ഇന്ദ്രജാലത്തെ കാണിക്കുന്നത് രജ്ജുസർപ്പം പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അത് ക്ഷണികമാണ്. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് പറയുന്നത് യാദൃച്ഛ്യമായി സംഭവിക്കുന്നതാണ്. അത് കയറ് വേണം, അരണ്ട വെളിച്ചം വേണം, മനസ്സിൽ ഭയം വേണം, ആശങ്കകളുണ്ടായിരിക്കണം. ഇങ്ങനെ പലതും കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നതാണ്. ആ സംസ്കാരം വേണം, ഇങ്ങനെ പലതും പറയും. ഇന്ദ്രജാലത്തിനതൊന്നും അവിടെ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. അത് ഇന്ദ്രജാലക്കാരന്റെ സാമർഥ്യത്തെ മാത്രമേ അപേക്ഷിക്കുന്നു. അയാൾ സമർത്ഥനാണെങ്കിൽ ഏത് സമയത്തും ഏത് കാലത്തും ഇന്ദ്രജാലം അത് കാണിച്ചു തരാൻ പറ്റും. അത് കാണുന്നവന്റെ ബുദ്ധിയെ സാഹചര്യങ്ങളൊന്നും അപേക്ഷിക്കുന്നു. അവൻ സമർത്ഥനാണോ, അവൻ കാണിച്ചാൽ കണ്ടു തന്നെ തീരണം. യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്, ക്ഷണികമല്ല. ഇന്ദ്രജാലക്കാരൻ സൃഷ്ടിക്കുന്ന കാലദേശങ്ങളിലൂടെ ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും സഞ്ചരിച്ചെന്നിരിക്കും മായാലോകത്തിൽ. അത് ഇന്ദ്രജാലത്തിലെ കാലദേശങ്ങളിലാണ്. അപ്പൊ അത് ക്ഷണികമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അത് മറ്റൊരു ജാഗ്രത, മായാമയമായ ജാഗ്രത. അത് ഈ ജാഗ്രതത്തിൽ നിന്നുകൊണ്ട് തന്നെ സുഷുപ്തി പോലെയുള്ള അനുഭവങ്ങളൊന്നും കൂടാതെ തന്നെ നേരിട്ട് പ്രവേശിക്കുകയാണ്, ദീർഘകാലമോടെ സഞ്ചരിക്കുകയാണ്. ജാഗ്രതത്തിൽ അത് സംഭവിക്കാം. അതും അവിടെയും എന്താണ്, ഇക്കാര്യം ബോധ്യപ്പെടണം. ഒരു കാര്യവും പ്രത്യക്ഷമായി അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് സത്യമാകണമെന്നില്ല. അതുകൊണ്ട് പറയുന്നു, മായാമയനായിരിക്കുന്ന ആ ജീവൻ ജായതേ മ്രിയതേ തഥാ ജീവ അമീ സർവേ ഭവന്തി ന ഭവന്തി. അതുപോലെ ഈ കാണുന്ന സർവത്തിന് സംഭവിക്കാം. ഇതും അങ്ങനെ എന്തുകൊണ്ടായിക്കൂടാ? ഇവിടെയും ഈ കാണുന്ന ജനന മരണങ്ങളും മറ്റും കേവലം ചിത്തദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അടുത്തിന് പറയാൻ പോകുന്ന പോലെ കേവലം ചിത്തസ്പന്ദനം. അതിനപ്പുറം നമ്മൾ കരുതുന്നത് പോലെയുള്ള അതിന് സ്വതന്ത്രമായ ഒരു സത്തയും ഉണ്മയും ഒന്നുമില്ല എന്നെന്തുകൊണ്ട് തീരുമാനിച്ചുകൂടാ? നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യുക്തിയെ അനുഭവത്തെയാണ് എടുക്കുന്നതെങ്കിൽ അതിനുവേണ്ട യുക്തിയെ അനുഭവമെല്ലാം ഇവിടെയുണ്ട്. ആ യുക്തിയെ അനുഭവത്തെയും ബോധ്യപ്പെട്ടാൽ മതി എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. യഥാ മായാമയോ ജീവോ ജായതേ മ്രിയതേ പിച തഥാ ജീവ അമീ സർവേ ഭവന്തി ന ഭവന്തി ച. ഇവിടെ ഒരു ചോദ്യമാണ്, സുഷുപ്തിയും അനുഭവമല്ലേ? ജ്ഞാനം വൃത്തിയും ഉണ്ടല്ലോ,
നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ജാഗ്രതത്തിലിരുന്നുകൊണ്ട് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതനുഭവമാണ്. എന്താണ് നമ്മൾ പറയുന്നു? ഞാൻ സുപ്തനായിരുന്നു. പക്ഷെ സുഷുപ്തിയിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അനുഭവങ്ങളുമില്ല. എന്നുവെച്ചാൽ സുഷുപ്തിയിൽ മനോവൃത്തികളില്ല. എന്താ കാരണം? മനോവൃത്തികൾ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വപ്നമല്ലെങ്കിൽ ജാഗ്രത. എപ്പോഴാണോ നമ്മളുടെ, അതാണ് നമ്മൾ പറയുന്നത് ഉണരുന്നു. ഉണരുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ജാഗ്രതത്തിലേക്ക് വരുന്നു എന്നാണ്. അപ്പൊ അനുഭവമുണ്ട്. നമ്മൾ കൽപ്പിക്കുകയാണ് സുഷുപ്തിയിൽ എനിക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ജാഗ്രത ആയിരുന്നു. സുഷുപ്തിയെക്കുറിച്ച് യോഗശാസ്ത്രത്തിൽ അതെ തന്നെ. നമ്മളിപ്പോ യോഗശാസ്ത്രമല്ല പഠിക്കുന്നത്, മാണ്ഡൂക്യമാണ്. പിന്നെ അതിനിവിടെ കൊണ്ടുവന്നാണെങ്കിൽ സുഷുപ്തിയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമുണ്ട്. പതഞ്ജലിക്കൊരു അഭിപ്രായമുണ്ട്, ഗൗതമനൊരു അഭിപ്രായമുണ്ട്, വൈശേഷികൻ അഭിപ്രായമുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന എന്താണ്? ഇവിടെ മാണ്ഡൂക്യം. മാണ്ഡൂക്യത്തിൽ എന്താണ് സുഷുപ്തിയെക്കുറിച്ച് പറഞ്ഞത്? യേശ സർവേശ്വര, യേശ സർവജ്ഞ എന്നൊക്കെയല്ലേ പറയുന്നത്. ഇതുവല്ലതും പതഞ്ജലി പറയുന്നു. പതഞ്ജലിയുടെ കാര്യം വിടുകയല്ലേ. അത് നമ്മൾ പതഞ്ജലിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതെന്താണെന്ന് ആലോചിക്കാം. ഇവിടെ അതല്ല പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ സൃഷ്ടിയെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറയുന്നു അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ആധുനിക ഗവേഷകന്മാരെല്ലാം എന്തെല്ലാം പറയുന്നു സൃഷ്ടിയെക്കുറിച്ച്. പല ദാർശനികന്മാർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യം ഇതിലുള്ള ഏകാഗ്രതയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിടത്ത് വെക്കത്തില്ല. അവിടെ അത് പറഞ്ഞു, ഇവിടെ ഇത് പറഞ്ഞു, മറ്റിടത്ത് വേറൊരാൾ പറഞ്ഞു, ഇങ്ങനെ പോകും. പറഞ്ഞിട്ടുണ്ടല്ലോ, ശാഖാചംക്രമണം. കുരങ്ങൻ മരത്തിൽ കയറിയതുപോലെ ഇരിക്കും, പുളിയിൽ കയറിയതുപോലെ. കുരങ്ങൻ പുളിയിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും? പുളി മരത്തിൽ അതിങ്ങനെ ഓരോ ശാഖയിലും ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടേയിരിക്കും. അതിനോടത് സ്ഥിരമായിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ മനസ്സിങ്ങനെ ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ച് ഒരു പിടിയും കിട്ടത്തില്ല. നമ്മൾ മാണ്ഡൂക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിൽക്കുക. അവിടെ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എവിടെയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കാൻ വേണ്ടി മാത്രം, കൂടുതലാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പറഞ്ഞിരിക്കുന്ന എന്താണോ അതൊരു വൃത്തി എന്നാണ്. ഇതിനെ ഒരു വൃത്തിയായി കണക്കാക്കി. അതൊരു മറ്റൊരു വിഷയമാണ്. യോഗശാസ്ത്രത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതെന്താണ്? ഇവിടെ മാണ്ഡൂക്യത്തിൽ എന്താണെന്ന് ശ്രുതിന്ന് വ്യക്തമായി പറഞ്ഞു. നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിൽ മാത്രം ചിന്തിക്കും. കാരണം ഒരു കാര്യം ഒരു ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കണം. അപ്പൊ അതിലാണ് നമുക്ക് ഏകാഗ്രത വേണ്ടത്. മറ്റു പലതിലേക്കും പോയാൽ ഇതെന്താണെന്ന് പിടികിട്ടാതെ. യോഗശാസ്ത്രത്തിൽ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് മറ്റൊരു തലമാണ്, മറ്റൊരു വീക്ഷണമാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ എന്താണോ
സുഷുപ്തി എന്ന് പറയുന്നത് അനുഭവരഹിതമാണ്. അനുഭവത്തിന് നമുക്ക് രണ്ടു പേരിട്ട് വിളിക്കാം. ഒന്നിൽ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം. ആനന്ദ അനുഭവം ഉണ്ടെങ്കിൽ ഉടൻ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമാണ്. അത് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ആനന്ദസ്വരൂപമാണ് എന്ന് പറയാം. ആനന്ദസ്വരൂപമായിരിക്കുമ്പോൾ അത് ആനന്ദ അനുഭവമല്ല. ആനന്ദ അനുഭവമായിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കും, ഉറക്കം കിട്ടത്തില്ല. ഉണർന്നതിന് ശേഷം നമ്മൾ പറയുകയാണ് എന്താണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഒരാൾ പറയുകയാണ് അല്ല ഞാൻ ആ സമയത്ത് ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുകയായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അതിനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല? അപ്പോ അത് വെളിപ്പെടുത്താമായിരുന്നു. കാരണം ഞാനിപ്പോ ആനന്ദത്തെ അനുഭവിക്കുകയാണെങ്കിൽ എനിക്കത് വെളിപ്പെടുത്താൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം എന്താണത് ആനന്ദസ്വരൂപമാണ്, ആനന്ദഘനം, പ്രജ്ഞാനഘനം എന്നെല്ലാം പറഞ്ഞിരിക്കും. എന്നുവെച്ചാൽ അവിടെ വൃത്തികളില്ല എന്നർത്ഥം. പ്രജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറഞ്ഞ ഏകീഭൂതം ഭാഷ്യകാരൻ പറഞ്ഞു. പ്രജ്ഞാനം ഏകീഭവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ അതിനെ വെളിപ്പെടുത്തുന്ന വൃത്തികളൊന്നും അവിടെയില്ല. ഉണ്ടായാലും ഉണരും. അവിടെയും നമുക്ക് ആനന്ദത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ പറയുന്നത് അന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം ന ഉഭേദപ്രജ്ഞം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രജ്ഞയെ അവിടെ നിഷേധിക്കുകയാണ്. അത് സങ്കല്പാതീതമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. പിന്നെ ജാഗ്രതയിലിരുന്നുകൊണ്ട് നമ്മൾ പലതും കൽപ്പിക്കുന്നതാണ് അതിനെക്കുറിച്ച്. അവിടെ ഞാൻ ആനന്ദത്തെ അനുഭവിച്ചു. അതിപ്പോ ഒരാൾ പറയാം എന്ന് പറയുന്നു ഞാൻ ആനന്ദത്തെയാണ് അനുഭവിച്ചത്. ഒരാൾ വളരെയധികം ക്ലേശങ്ങളോടുകൂടി അല്ലെങ്കിൽ ശരീരത്തിന് ബുദ്ധിമുട്ടോടുകൂടി അയാൾ ഉറങ്ങി, അസുഖം പിടിച്ചുറങ്ങി. ഉണർന്നതിന് ശേഷം പറയുന്നു എനിക്ക് ഉറക്കം ശരിയായില്ല, വളരെ ഞാൻ ഉറക്കത്തിൽ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറക്കത്തിൽ ദുഃഖം അനുഭവിച്ചു എന്നാണല്ലോ. ഉണർന്നതിന് ശേഷം ഒരാൾ പറയുകയാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കത്തിൽ ആനന്ദം അനുഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് ഉറക്കത്തിൽ ദുഃഖം അനുഭവിച്ചു എന്നും പറയാം. ഇനി പലതരത്തിലും അങ്ങനെ അനുഭവങ്ങളുണ്ടാകാം ഉണർന്നതിന് ശേഷം. ചില പ്രത്യേക മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്നവർക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തെക്കുറിച്ച് സുഖകരമായ ഓർമ്മയായിരിക്കില്ല. അവർ പറയും ഞാൻ മയങ്ങുകയായിരുന്നു, ശരിയായ ഉറക്കമായിരുന്നില്ല. അപ്പോൾ ഉറക്കത്തിൽ മയക്കത്തിന്റെ അനുഭവം ഉണ്ടായി. അപ്പോൾ ഉണർന്നതിന് ശേഷം സുഖമായി ഉറങ്ങിയെന്ന് മാത്രമല്ല അനുഭവം, ദുഃഖമായി ഉറങ്ങിയെന്നുള്ള അനുഭവം നമുക്കുണ്ടാകാറുണ്ട്, അസ്വസ്ഥമായി ഉറങ്ങിയെന്നുള്ള അനുഭവം ഉണ്ടാകാറുണ്ട്. ഇത്തരം അനുഭവങ്ങളുള്ളതാണ് ഉറക്കം അല്ല എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്തഃപ്രജ്ഞ ബഹിപ്രജ്ഞ ഉഭേദപ്രജ്ഞ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രജ്ഞാനഘനം അത് തന്നെ തുര്യനും പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഞാൻ സുഖം അനുഭവിച്ചു എന്നാണ്. അങ്ങനെയാണ് ഞാൻ ദുഃഖമായി ഉറങ്ങിയെന്ന് പറയുന്നതുകൊണ്ട് അവിടെ ദുഃഖത്തെ അനുഭവിച്ചു എന്നും പറയേണ്ടി വരും. ഒന്നിന് മാത്രമേ യുക്തിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും അങ്ങനെ ആരും ദുഃഖമായി ഉറങ്ങിയെന്നുള്ള അനുഭവം ഇല്ല എന്ന്. അങ്ങനെയല്ല, പലപ്പോഴും നമുക്ക് ഉറക്കം ശരിയാകാറില്ല. അതിനു ശേഷം വലിയ ക്ഷീണവും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും.
ശരീരത്തിന് കാര്യമായ വൈഷമ്യം ഉണ്ടായാൽ അങ്ങനെയായിരിക്കും ഉറക്കം ശരിയാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ശരീരത്തിന് സ്വസ്ഥതയുണ്ട്, മനസ്സിന് സ്വസ്ഥതയുണ്ട്, ചിന്തകളൊന്നുമില്ല. ഉറങ്ങി ഉണർന്നിട്ട് പറയാം അസ്വസ്ഥമായിരുന്നു. നേരെ മറിച്ചാണെങ്കിൽ വിപരീതമായും പറയും അസ്വസ്ഥമായി. ഉറക്കത്തിന് ശേഷമുള്ള സുഖദുഃഖങ്ങളെ വെച്ചുകൊണ്ട് ഉറക്കത്തിൽ സുഖത്തെ അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അതിനുള്ള വളരെ ലഘുവായ യുക്തി ഇതാണ്: എപ്പോഴാണോ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം നമ്മളുണ്ടാകുന്നത്, ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ സമാധി പോലെയുള്ള അവസ്ഥകളായിരിക്കും. അതുകൊണ്ട് സുഷ്ടിയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ മാണ്ഡവ്യത്തിലാണ്. അത് തുര്യനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ്. നമുക്ക് തുര്യനെയും കുറിച്ചും സുഷ്ടിയെക്കുറിച്ചും പറയുന്നിടത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടിനെയും ശിവം എന്നാ പറയുന്നു, രണ്ടിനെയും ശാന്തം എന്നാ പറയുന്നു. ശാന്തം എന്ന് പറയുമ്പോൾ അവിടെ വൃത്തിശൂന്യമാണ്, വൃത്തികളൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പ്രശ്നങ്ങളിൽ നിന്ന് മോചിക്കാൻ കഴിയുന്നില്ല. അതേയുള്ള വ്യത്യാസം. അതിനുവേണ്ടി പിന്നീട് ഗുരുവിനെയും ശാസ്ത്രത്തെയും സാധനയൊക്കെ ആശ്രയിക്കേണ്ടി വരും. സ്വം അപീതോ ഭവതി ഛാന്തോക്യത്തിൽ പറയും. അവിടെ ഏകീഭവിക്കുന്നു. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ജീവൻ ആ പരമാത്മ ചൈതന്യത്തോടെ ഏകീഭവിക്കുന്നു. സഹജമായി ഇത് സംഭവിക്കുന്നു. നമ്മൾ പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സുഷുപ്തി ജാഗ്രത, അതുകൊണ്ടാണ് അതിന് സുഷുപ്തി എന്ന് പറയുന്നത്. ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും അനുഭവങ്ങളിൽ നിന്നും മുക്തമാണ് സുഷുപ്തി. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്ഥാനത്തിന്റെ ആവശ്യമേ. ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ അതിന് നമുക്ക് സത് അസത് എന്നൊന്നും പറയാൻ കഴിയുന്നില്ല. സത് അസത്ത് ഉണ്ട് ഇല്ല എന്നുള്ള വ്യവഹാരം ജാഗ്രത സ്വപ്നങ്ങളിലേ ഉള്ളൂ. അവിടെ അതൊന്നുമില്ല. ഒരു തരത്തിലുള്ള മനോവൃത്തികളും അവിടെ ഉയർന്നു വരുന്നില്ല. അതിനെക്കുറിച്ച് ഇവിടെ മാണ്ഡവ്യത്തിൽ പറയുന്ന പോലെ ശാന്തം ശിവം എന്നേ പറയാൻ കഴിയുന്നു. പ്രജ്ഞാനഘനം. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, ഈ ക്ലേശങ്ങളൊന്നും അവിടെയില്ല, ഈ സുഖങ്ങളും അവിടെയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണത്, ആനന്ദസ്വരൂപമാണ് എന്ന് പറയാം. അല്ലാതെ അതിന്റെ അർത്ഥം നമ്മൾ പാൽപ്പായസം കുടിക്കുന്നത് പോലെ അവിടെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അങ്ങനെ അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങളെല്ലാം അവിടെ അപ്രത്യക്ഷമാണ്. വേണമെങ്കിൽ വിലയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അസുഖത്തിൽ വിലയിക്കുകയല്ല, അത് അപ്രത്യക്ഷമാവുകയാണ്. ഇന്ദ്രജാലം പോലെ, അതാണ് ഇവിടെ പറയുന്നത്. മായാമയം ഇന്ദ്രജാലം പോലെ അവിടെ നിന്ന് ജാഗ്രതയും സ്വപ്നവും ഉയർന്നു വരികയാണ്. അങ്ങനെ പറയും അതെന്താണ്, ചിത്തസ്പന്ദനം എന്നോ അല്ലെങ്കിൽ വിവർത്തമെന്നോ പല ഭാഷയിലും പറയാം. സുഷുപ്തി ഇതിനെല്ലാം അതീതമാണ്. അത് സത് അസത്തിന് അതീതമാണ്. അതുകൊണ്ടത് അനുഭവ അതീതമാണ്. യഥാ നിർമ്മിത കോ ജീവോ ജായത്തെ മ്രിയത്തെ പിച്ച
തഥാ ജീവ അമീ സർവേ ഭവന്തി ന ഭവന്തി ച മായാമയോ മായാവിന യകൃതോ നിർമ്മിതകോ മന്ത്രൌഷധ്യാദിഭിർ നിഷ്പാദിതഃ സ്വപ്നമായ നിർമ്മിതക അണ്ഡജാതയോ ജീവ യഥാ ജായന്തേ മീയന്തേ ച തഥാ മനുഷ്യാദിലക്ഷണ അവിദ്യമാനയവ ചിത്തവികൽപ്പന മാത്ര ഇത്യർത്ഥഃ. യഥാ നിർമ്മിതകനായ ജീവൻ, ജീവൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളീ കാണുന്ന സർവഭാവങ്ങളും ഉത്പത്തി വിനാശത്തോടുകൂടിയിരിക്കുന്ന സർവപദാർത്ഥങ്ങളും സർവവസ്തുക്കളും നിർമ്മിച്ചതെന്നുള്ള അർത്ഥത്തിലാണ്. നിർമ്മിതം എന്നുള്ള അർത്ഥത്തിൽ നിർമ്മിതകം എന്ന് പറഞ്ഞിരിക്കുന്നു. സാധാരണ നിർമ്മിതകം എന്നൊന്നും ഭാഷയിൽ പ്രയോഗിക്കാറില്ല. പക്ഷെ ആചാര്യൻ എങ്ങനെ പ്രയോഗിച്ചിരിക്കുകയാണ്. നിർമ്മിതം എന്ന് പ്രയോഗിക്കാറുണ്ട്. നിർമ്മിതകം. ഭാഷയുടെ നിയമം അനുസരിച്ച് നിർമ്മിതം എന്നുണ്ട്, നിർമ്മിതകം എന്ന് വേണം. എന്നാൽ അത് നിർമ്മിതകം എന്ന് പറഞ്ഞാൽ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാനും പ്രയാസമുണ്ട്. അതിനുമുണ്ട് നിയമങ്ങൾ. ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഒരു വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അതേ അവരെന്ത് പറയുന്നു അതിന് നമ്മൾ ഭാഷ നിയമങ്ങൾ ഉണ്ടായിക്കോണം. അല്ല, നിയമം അനുസരിച്ചല്ല ഭാഷ പ്രയോഗിക്കുന്നത്, പ്രയോഗിച്ചതിനനുസരിച്ച് നിയമം ഉണ്ടായിക്കോണം. അതുകൊണ്ടാണ് നിർമ്മിതകം എന്ന് പറയുന്നത്. നിർമ്മിതം എന്ന് പറയുന്നതിന് പകരം ഭാഷയുടെ ശുദ്ധി എന്ന് പറയുന്നതാണ്. ആശയം പറയുമ്പോൾ ഒരു ഭാഷ പ്രയോഗിക്കുമ്പോൾ നമുക്ക് ആശയം മനസ്സിലായോ അത് തന്നെ അതിന്റെ ശുദ്ധി. അല്ലാതെ നിങ്ങൾ നിയമത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ശുദ്ധിയൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആശയം മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിൽ സംശയമോ ഭ്രാന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭാഷയുടെ പോരായ്മയായിരിക്കും. അല്ലെങ്കിൽ അത് തന്നെ നിയമം, ഭാഷയുടെ നിയമം അത് തന്നെ. പറയുന്നു ആ മായാവി നിർമ്മിച്ച, നേരത്തെ പറഞ്ഞല്ലോ മായാമയൻ, മായാവി എന്ന് പറയുന്നത് ഇന്ദ്രജാലക്കാരൻ നിർമ്മിച്ച ജീവൻ എങ്ങനെ മന്ത്ര ഔഷധ്യാദിഭി നിഷ്പാദിത. മന്ത്രസിദ്ധി കൊണ്ടത് സാധിക്കും, ഔഷധസിദ്ധികൾ കൊണ്ട് സാധിക്കും. പഴയകാലത്ത് മാന്ത്രികന്മാരങ്ങനെയൊക്കെ ഓരോ അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു. അതിൽ പ്രവർത്തിക്കുന്നവർ അതിൽ സിദ്ധി നേടുമ്പോൾ അതെല്ലാം കാണിക്കും, വസ്തുക്കളെയൊക്കെ ഉണ്ടാക്കി കാണിക്കും. പല സിദ്ധന്മാരും പദാർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അത് സിദ്ധിവിശേഷങ്ങളാണ്, മന്ത്രൌഷധാദി സിദ്ധിവിശേഷ വിശേഷങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. സ്വപ്നമായ നിർമ്മിതകാഹ അണ്ഡജാതയോ ജീവ. ഏത് തരത്തിൽ ജീവന്മാരെന്ന് പറയുമ്പോൾ മനുഷ്യനെന്ന് മാത്രം എടുക്കേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് അണ്ഡജമോ ചേതജമോ ഉദ്ഭിജമോ ജരായുജമോ ഏത് തരത്തിലുള്ള ജീവന്മാരും, അല്ലെങ്കിൽ ജനന മരണമുള്ള ഏത് വസ്തുക്കളെയും ജായന്തേ മുറിയന്തേ തഥാ മനുഷ്യാദി ലക്ഷണ. ഇതെല്ലാം എന്താണ് അവിടെ കാണുന്നത്? അവിദ്യമാനായി, അവിടെ ആർക്കും സംശയമില്ല, അതില്ലാത്തതാണെന്ന് പിന്നീട് ബോധിച്ചല്ല. ചിത്തവികൽപ്പന മാത്ര, അത് കേവലം ചിത്തവികല്പം മാത്രമാണ്. അടുത്ത് പറയാൻ പോകുന്ന ചിത്തസ്പന്ദനം മാത്രമാണ്.
ചിത്തസ്പന്ദനം. ഒന്നുകിൽ ആ മായാവിയുടെ ചിത്തസ്പന്ദനത്തെ നമ്മുടെ ചിത്തം ദർശിച്ചു, അല്ലെങ്കിൽ മായാവി എന്ത് ചെയ്തു? അന്യന്റെ ചിത്തത്തിൽ ഒരു സ്പന്ദനത്തെ സൃഷ്ടിച്ചു. രണ്ടു തരത്തിലുമാകാം. എന്തായാലും അത് ചിത്തസ്പന്ദനമാണ്. അത് മായാജാലത്തിന്റെ രഹസ്യമാണ്. അത് കവിഞ്ഞ് അതിൽ സത്യമൊന്നുമില്ല എന്ന് മായാവിയുടെ ഇന്ദ്രജാലത്തിൽ നിന്ന് മുക്തനായപ്പോ ബോധിച്ചു. അപ്പോ നമ്മളവിടെ ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നത് അനിർമ്മിതകം, അതായത് ബാഹ്യമായ വസ്തുസൃഷ്ടി നമ്മളിവിടെ അനുഭവപ്പെടുന്നു എന്ന് പറയുകയാണ്. സ്വപ്നം പോലെയല്ല. ബാഹ്യമായ എന്തെങ്കിലും ഒന്നിനെ നമ്മൾ കാണുക മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ സ്വയം സൃഷ്ടിക്കുന്നു. നമ്മൾ പറയുകയാണ് കാണുന്നതൊക്കെ സങ്കല്പം എന്ന് പറയുമല്ലോ, അതല്ല ഇവിടെ പറയും. കാണുന്നതൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കല്പം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കണം. അത് നമുക്ക് കഴിയുന്നില്ല. നമ്മളിവിടെ സൃഷ്ടിക്കുന്നു. കുടത്തെ ഉണ്ടാക്കുന്നയാളെ വസ്തുവിനെ സൃഷ്ടിക്കുന്നു, പുസ്തകത്തെ ഉണ്ടാക്കുന്നയാളെ പുസ്തകത്തെ സൃഷ്ടിക്കുന്നു. അപ്പം നിർമ്മിതമായതിനെ കാണുന്നുണ്ട്. അപ്പൊ കൽപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥത്തിലല്ല. അവിടെ എന്താണ്? അത് നമ്മുടെ ഭാവന, നമ്മുടെ പ്രവൃത്തി, ബാഹ്യമായ പദാർത്ഥങ്ങൾ എല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ഒരു സൃഷ്ടി സംഭവിക്കുന്നത്. അപ്പൊ സൃഷ്ടിയെ ഇവിടെ വരും അത് നിങ്ങളുടെ തോന്നലാണ്, അല്ലെങ്കിൽ ഭാവനയാണ്, കൽപ്പനയെന്നല്ല പറയുന്നത്. സാധാരണ വേദാന്തികൾ പറയുന്നതല്ല ഇവിടെ പറയുന്നത്. എല്ലാം നിങ്ങളുടെ തോന്നലാണെന്നല്ല പറയുന്നത്. നിങ്ങൾ കാലദേശങ്ങളെ അപേക്ഷിച്ച്, ബാഹ്യമായ പലതിനെ അപേക്ഷിച്ച് ഉണ്ടാക്കിയ ഒരു സൃഷ്ടി ഒരിക്കലും നിങ്ങളുടെ തോന്നലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനൊന്നും അപേക്ഷിക്കാതെ കേവലം നിങ്ങളുടെ തോന്നൽ കൊണ്ട് സൃഷ്ടി സംഭവിക്കും. ഞാൻ സങ്കല്പിക്കുകയാണ് നിങ്ങളുടെ പുസ്തകം ഉണ്ടാകട്ടെ, ഉണ്ടാകും. അതുണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു കൽപ്പനയോ ഭാവനയൊന്നുമല്ല. എന്നിരിക്കലും എന്താണ്? ഇത് ചിത്തസ്പന്ദനമാണ്. അതാണ് പറയുന്നത്. അതിനംഗീകരിക്കും. അതേതുപോലെ അവിടെ ഇന്ദ്രജാലക്കാരനും സൃഷ്ടിച്ചു. അത് കേവലം ഇന്ദ്രജാലക്കാരന്റെ ഭാവനയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനെങ്ങനെ കാണും? അന്യന്റെ മനസ്സിനെയോ അന്യന്റെ ഭാവനയെയോ എനിക്ക് കാണാൻ കഴിയത്തില്ല. ഇതിവിടെ എങ്ങനെയാണോ ഒരുവൻ സൃഷ്ടിച്ചതിനെ മറ്റൊരുവൻ കാണുന്നത്, ഒരുവന്റെ ഭാവനയെ വേറൊരുവൻ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരുവന്റെ സൃഷ്ടിയെ വേറൊരാൾക്ക് കാണാം. ഞാൻ സൃഷ്ടിച്ച പുസ്തകത്തെ അന്യം കാണും. അപ്പോ ഒരുവൻ സൃഷ്ടിച്ച ഒന്നും ഇന്ദ്രജാലക്കാരൻ സൃഷ്ടിച്ചതാണ്. ആനയും കുതിരയല്ല. അതിനെ കാണുന്നാല് മറ്റൊരുവൻ. എന്നിട്ടും എന്താണ്? അവിടെ സൃഷ്ടിച്ച ആനയും കുതിരയും എല്ലാം അവസാനം അവന് ബോധ്യപ്പെടുന്നത് പരമാർത്ഥമല്ല. അതിനെക്കുറിച്ച് എന്ത് പറയാം? അത് സങ്കല്പം മാത്രമാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ ചിത്തത്തിന്റെ പരിണാമം എന്ന് ബോധ്യപ്പെടുന്നു. ആ അർത്ഥത്തിലാണ് നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലാണ്. നമ്മൾ സങ്കല്പിക്കുന്നത് അനുസരിച്ചാണ് ഈ പ്രപഞ്ചമെങ്കിൽ ഈ പ്രപഞ്ചം ഈ രീതിയിൽ കാണത്തില്ലായിരുന്നു. കാരണം ഒരാളിപ്പോൾ പകലെന്ന് സങ്കല്പിക്കുമ്പോൾ വേറൊരുത്തൻ കേട്ട് സങ്കല്പിക്കുന്നത് രാത്രിയാണ്. ഉടൻ പകല് മാറി രാത്രിയാവും, ആകെ തകരാറാവും. അപ്പൊ അതൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ സങ്കല്പം കൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇന്ദ്രജാലക്കാരൻ അവിടെ സൃഷ്ടിച്ചത് കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണത്? ചിത്തസ്പന്ദനമാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ ദേശം, നമ്മുടെ കാലം, നമ്മൾ അപേക്ഷിച്ച നിമിത്തങ്ങൾ എന്തൊക്കെയാണോ? ഈ പുസ്തകം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ നിമിത്തങ്ങളാണ് നമ്മൾ അപേക്ഷിച്ചോ?
എന്ത് ഉപാദാനത്തെ നമ്മൾ സ്വീകരിച്ചോ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പറയുന്നത് എന്താണ് ഒരു തുര്യന്റെ ചിത്തസ്പന്ദനമാണ് എന്ന് പറയുന്നത്. ആ തുര്യന്റെ സ്പന്ദനമാണ്. ആ സ്പന്ദനത്തിൽ ഇത് സർവവും വരും. അവിടെ കാര്യവും കാരണവും നിമിത്തങ്ങളും കാലദേശങ്ങളും സർവ്വജീവന്മാരുമെല്ലാം ഒന്നിന്റെ സ്പന്ദനമായിരിക്കുന്നു. അടുത്ത കാര്യം അത് വ്യക്തമായി പറയും. അത് ഏതുപോലെ ഈ ഇന്ദ്രജാലക്കാരൻ ഈ ജാഗ്രതത്തിൽ തന്നെ എന്ത് ചെയ്തു? അവന്റെ ദൃശ്യങ്ങളെ കാണിക്കുന്നതിന് വേണ്ട കാലദേശങ്ങളെ സൃഷ്ടിച്ചു. അവിടെ തന്നെ അവൻ പദാർത്ഥത്തെ സൃഷ്ടിച്ചു. അതിനുവേണ്ട നിമിത്തങ്ങളെല്ലാം ആശ്രയിച്ച് സൃഷ്ടിച്ചു. അതെല്ലാം ബോധ്യപ്പെട്ടു എന്നാണ്. ഇതെല്ലാം കേവലം തോന്നലെന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ അതിനാണ് പറയുന്നത് ചിത്തസ്പന്ദനമാണ്, മനസ്സിന്റെ പരിണാമമാണ്. അതാണ് ഇവിടെ കൽപ്പന എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ മനോരഥങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് സൃഷ്ടിയൊന്നും നടക്കത്തില്ല. അതുപോലെ അവിടെ എന്ത് സംഭവിക്കുന്നു? ജായത്തെ മ്രിയത്തെ, ജനന മരണങ്ങൾ, ഉത്പത്തിനാശങ്ങൾ, പരിണാമക്ഷയങ്ങളെല്ലാം സംഭവിക്കുന്നു. അതുപോലെ തഥാ ജീവാമി സർവേ, നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. ഏകനായിരിക്കുന്ന തുര്യന്റെ സ്പന്ദനത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്പന്ദനം ഉൾക്കൊള്ളുന്ന എന്തിന്? ഞാനും നീയും എന്റെയും നിന്റെയും കാഴ്ചകളും ഉൾക്കൊള്ളുന്ന ഈ നമ്മൾ ഈ പ്രപഞ്ചം എന്ന് വിളിക്കുന്ന സർവത്തെ, അത് ജാഗ്രത ആയിക്കൊള്ളട്ടെ, സ്വപ്നമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സമാധിയോ മൂർച്ചയോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഏകമായ ചൈതന്യത്തിന്റെ സ്പന്ദനമാണത് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇത് സങ്കല്പമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ നമ്മുടെ തോന്നലെന്നുള്ള അർത്ഥത്തിലല്ല. അതിന് സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ സത്യമെന്ന് കരുതിയാലും അതും എന്താണ്? ഈ തുരീയ സ്പന്ദനമാണ്. ചിത്തസ്പന്ദനം എന്ന് പറയും. എന്നിട്ട് പറയും ആ ചിത്തം അസംഗനായ തുര്യനാണെന്ന് പറയും. അതിനുവേണ്ടി പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇത് സങ്കല്പമാണെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് എന്താണ്? സങ്കല്പമാണെങ്കിൽ സങ്കല്പം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് സമാധാനമാണ് പറയുന്നത്. സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. ചൈതന്യത്തിന്റെ സങ്കല്പം എന്നാണ്, തുര്യന്റെ സങ്കല്പം. അതിന് തുര്യന്റെ പരിണാമം എന്ന് പറയാം, അല്ലെങ്കിൽ തുര്യന്റെ വിവർത്തം എന്ന് പറയാം, അല്ലെങ്കിൽ ചിത്തത്തിന്റെ പരിണാമം എന്ന് പറയാം, മായാമയം എന്ന് പറയാം, ആവിദ്യകം എന്ന് പറയാം, പല പേരുകളിലും വിളിക്കാം. പക്ഷെ അത് ഈ അല്പജ്ഞനായിരിക്കുന്ന ജീവന്റെ ക്ഷണികമായ മനോരഥങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. രണ്ടും രണ്ടാണ്. ഇവിടെ ഞാനും എന്റെ കാഴ്ചയും, എന്റെ കാഴ്ചയിൽപ്പെടുന്ന അനന്ത ജീവന്മാരും അവരുടെ സങ്കല്പങ്ങളും അവരുടെ കർമ്മങ്ങളും അവരുടെ സൃഷ്ടികളും എല്ലാം ഏകനായിരിക്കുന്ന ഈ ഒരു തുര്യന്റെ സ്പന്ദനമാണ്. എന്താണ് ഇവിടെ പറയുന്നത്? യഥാ നിർമ്മിതകോ ജീവോ ജായത്തെ മ്രിയത്തെ പിച തഥാ ജീവ അമി സർവേ ഭവന്തി ന ഭവന്തി ച ന കശ്ചിത് ജായത്തെ ജീവ സംഭവോസ്യ ന വിദ്യതേ ഏതദുത്തമം സത്യം യത്ര കിഞ്ചിന്ന ജായത്തെ. ഇത്രയും പറഞ്ഞിട്ട് അജാതവാദത്തിലേക്ക് വരികയാണ്. അജാതം ജനിച്ചില്ല ഇനി മുമ്പോട്ട് ചെല്ലുമ്പോൾ പറയും. ഈ ജനിച്ചില്ല എന്ന് പറയുന്നതും പരമാർത്ഥവും നിങ്ങൾ കരുതണ്ട.
ജനിച്ചില്ല എന്ന് പറയുമ്പോൾ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജനിച്ചില്ല എന്ന് പറയുന്നത് പോലെ അതിന്റെ വാച്യാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ പറയുന്നതൊന്നും സത്യമാണെന്ന് നിങ്ങൾ ധരിക്കരുത് എന്നിനി പറയും അടുത്ത് വരുന്ന ഭാഗം. ഇതെല്ലാം കേവലം മനോവൃത്തികൾ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ അസംബന്ധമാണ് ഈ പറയുന്ന മുഴുവൻ എന്ന് ഇനി വരുന്ന ഭാഗത്ത് പറയും. അജാതവാദം എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ഈ അജാതവാദം അത് പരമാർത്ഥമാണോ? അതും പരമാർത്ഥമാണ്. അത് പരമാർത്ഥമെന്നല്ല പറയുന്നു. എന്തുകൊണ്ട്? ഇതെല്ലാം കേവലം മനസ്പന്ദനമാണ്. അതെങ്ങനെ പരമാർത്ഥമാകും? അത് പരമാർത്ഥമാകത്തില്ല. മറിച്ച് അത് പരമാർത്ഥത്തെ ചൂണ്ടിക്കാണിക്കുന്നു, പരമാർത്ഥത്തെ ലക്ഷീകരിക്കുന്നു എന്ന് പറയാം. മറ്ററിയുന്നതും ചിന്തിക്കുന്നതും എല്ലാം മായാമയം തന്നെ. അതാണ് അജാതം എന്ന് പറയുന്നത്. അത്തരം ഒരു അജാതിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളിലൂടെ പറഞ്ഞ കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ന കശ്ചിത് ജായതേ വ്യവഹാര സത്യവിഷയ ജീവാനാം ജന്മരണാദി സ്വപ്നാദി ജീവവത് ഇത്യുക്തം. ഈ പറഞ്ഞതിന്റെ താല്പര്യമാണ്. നമ്മൾക്കിവിടെ ഒരു സത്യത്വം അനുഭവപ്പെടുന്നു. പരമാർത്ഥത്തെ ഇവിടെ ശാസ്ത്രം, ഗുരു, ആചാര്യൻ നമ്മളെ ബോധ്യപ്പെടുത്താൻ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്വം ഈ പ്രപഞ്ചത്തിൽ അത് മാറിപ്പോകുന്നില്ല. അതെന്തുകൊണ്ടാണ് മാറിപ്പോകാത്തത്? കാരണം അത് ആ പരമാർത്ഥത്തിന്റെ തന്നെ സ്ഫുരണമാണ്. അതുകൊണ്ടാണ്. അത് ബിംബത്തെ അപേക്ഷിച്ച് നിൽക്കുന്ന പ്രതിബിംബത്തെ പോലെയാണ് സത്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് മാറിപ്പോകാത്തത്. ആ വ്യാവഹാരികമായ സത്യത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ജായതേ, ജീവഹ, ജീവൻ ജനിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു എന്താണ്? അത് ശരി തന്നെയാണ്. നിങ്ങളുടെ വ്യാവഹാരിക സത്യത്വം നിങ്ങൾ പറയുന്നതിന് അതിനെ അംഗീകരിക്കാം. പക്ഷെ അത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട് പരമാർത്ഥമല്ല? സംഭവോ അസ്യന വിദ്യതേ. ഇങ്ങനെ ഒന്നുണ്ടാകുന്നതിനുള്ള സംഭവം കാരണമില്ല. അകാരണമായി ആകസ്മികമായി ഒന്നും സംഭവിക്കാനും കഴിയും. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ കാരണം അന്വേഷിക്കുക. എന്താണ്? എല്ലാ സയൻസും എല്ലാ ശാസ്ത്രകാരന്മാരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് പ്രപഞ്ച കാരണം അന്വേഷിക്കാനാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അസ്യ സംഭവ, ഇതിന് സംഭവം കാരണം വിദ്യതയില്ല. ഇല്ലാത്ത കാരണത്തെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത കാരണത്തെ അന്വേഷിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? കാരണം എന്തെങ്കിലും കാരണത്തെ കണ്ടെത്താൻ പറ്റുമോ? ഒരിക്കലും അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇല്ലാത്ത കാരണത്തെ അന്വേഷിക്കുന്നത്? കാരണം ആദ്യം തന്നെ നമ്മൾക്കൊരു അനുഭവം ഉണ്ടായി. അതിനാണ് നമ്മൾ വ്യാവഹാരികമായ അനുഭവം എന്ന് പറയുന്നത്. ഇത് പരമാർത്ഥമാണെന്നുള്ള അനുഭവം ഉണ്ടായി. ഇത് പരമാർത്ഥമാണെന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുന്നത്. ഇത് പരമാർത്ഥമാണെന്ന് കരുതുന്നിടത്തോളം കാലം ഇതിന്റെ ഈ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നമുക്ക് പറയാം അവർ മണ്ടന്മാരല്ല. കാരണം അവരവരുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്.
പക്ഷേ എന്താണ് ന കശ്ചിത് ജായതേ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ വ്യാവഹാരികമായ സത്യം നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് കേവലം വ്യാവഹാരികം മാത്രമാണ്, പരമാർത്ഥമല്ല എന്ന് പറയുകയാണ്. ഇത് പരമാർത്ഥമല്ലെങ്കിൽ പിന്നെ ഇതിനെവിടെ കാരണം? ഇതിനെന്ത് കാരണത്തെ അന്വേഷിക്കാനാണ് എന്നാണ് ഇവിടെ ആചാര്യം പറയുന്നത്. നമ്മൾ എന്താണ് ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള സത്യത്തെ അന്വേഷിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. പറയുന്നു ഏതത് ഉത്തമം സത്യം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഉത്തമമായ സത്യം എന്താണ്? ഈ നമ്മൾക്കിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യാവഹാരികമായ സത്യം. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അനുഭവത്തിലുള്ള സത്യം എന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ അനുഭവത്തിലുള്ള ഈ സത്യം ഇതല്ല പരമാർത്ഥം. ഇതൊരു ആപേക്ഷികമാണ്. ഇത് സൂര്യനെ കാണാതെ അതിന്റെ പ്രകാശത്തെ കാണുന്ന പോലെയാണ്. ഒരാൾ മുറിക്കകത്തിരുന്നുകൊണ്ട് പ്രകാശത്തെ കാണുകയാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? സൂര്യന്റെ കേവലം പ്രതിബിംബം മാത്രമാണ്. സൂര്യനെ നമ്മൾ നോക്കാൻ ധൈര്യപ്പെടാറുമില്ല. കാരണം സൂര്യനെ എതിർട്ട് നോക്കുന്നതിനുള്ള ശേഷി നമ്മുടെ കണ്ണിനുമില്ല. അതും മറ്റൊരു കാരണം. അതുപോലെ ഈ ഉത്തമമായ സത്യത്തെ ദർശിക്കുന്നതിനുള്ള ശേഷി നമ്മുടെ കണ്ണിനില്ല. അതുകൊണ്ട് അതിന്റെ പ്രതിബിംബ രൂപത്തിലുള്ള ഈ വ്യാവഹാരികമായ സത്യത്തെ കണ്ടിട്ട് ഇത് സത്യമാണെന്ന് കരുതി ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുകയാണ്. ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഈ അനുഭവപ്പെടുന്ന ഈ സത്യം പരമാർത്ഥമല്ല എന്ന് ബോധിച്ചാൽ മതി. അതാണ് ഇതിന്റെ കാരണം. എത്ര കിഞ്ചിത് ന ജായതേ. നിങ്ങൾ ഏതിനെ കണ്ടിട്ടാണോ ഈ സത്യത്തെ അന്വേഷിക്കാൻ പോകുന്നത് അവിടെ ഈ കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നാണ്. സുഷുപ്തിയിൽ ഇതെന്തെങ്കിലും നിലനിന്ന അവിടെയൊന്നും നിലനിന്നില്ലല്ലോ. അവിടെ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. ഈ ജാഗ്രത സ്വപ്നമൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് എത്ര കിഞ്ചിത് ന ജായതേ. അവിടെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. എന്നാലും നമ്മൾ ധരിക്കുന്ന എന്താണ്? അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്, അവിടേക്കാണ് ലയിക്കുന്നതെന്നെല്ലാം ധരിക്കുന്നു. അവിടെ വാസ്തവത്തിൽ നമ്മൾ ഈ വ്യാവഹാരിക സത്യമാണെന്ന് കരുതുന്ന ഇതിൽ തന്നെ അവിടെ ത്രികാലത്തിലും നിലനിൽക്കുന്നില്ല. എത്ര കിഞ്ചിത് ന ജായതേ. ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ അതിന്റെ നിലനിൽപ്പിനെ തന്നെ നിഷേധിക്കാം. ജനന മരണങ്ങൾ തുടങ്ങിയ അതിന്റെ വികാരങ്ങൾ നിഷേധിച്ചാൽ അതിനെ തന്നെ നിഷേധിക്കാം. ഈ കാണുന്ന അതുകൊണ്ടാണ് പറയുന്നത് ഇത് പരമാർത്ഥമല്ല. ചില സ്ഥലങ്ങളിൽ പറയും എന്താണ് സുഷുപ്തിയിൽ ഇതൊന്നുമില്ല എന്ന് പറയും. അത് ഈ അർത്ഥത്തിലാണ് പറയും. പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ ഇതിനൊന്നിനും നിലനിൽപ്പില്ല. അവിടെ ഈ വ്യാവഹാരിക സത്യം ഇല്ലാതായിത്തീരുന്നു. പരമാർത്ഥം മാത്രം ബോധിക്കുന്നു. അവിടെയാണ് ആത്മീയവേദം സർവം ബ്രഹ്മേവേദം സർവം. ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നതാണ്. സർവവും ആത്മാവ് തന്നെ, സർവവും ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ മറ്റ് സർവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയാൻ, മറ്റു സർവത്തെയും നിഷേധിച്ചുകൊണ്ട്. ബാധസാമാനാദികളിലൊന്നും മറ്റും പറഞ്ഞു ശാസ്ത്രീയമായ ഭാഷയിൽ വേദാന്തത്തിൽ പറയുന്നു പരമാർത്ഥം മാത്രമേ ഉള്ളൂ, അതാണ് സത്യം. ഏതത്തത് ഉത്തമം സത്യം, അതാണ് ഉത്തമമായ പരമാർത്ഥമായ സത്യം. എത്ര കിഞ്ചിത് ന ജായതേ. അവിടെ ഈ ജാഗ്രത സ്വപ്നങ്ങളിലെ ഈ കോലാഹലങ്ങൾക്കൊന്നും അവിടെ യാതൊരു നിലനിൽപ്പുമില്ല. ഈ പരമാർത്ഥത്തെ ബോധിക്കണം എന്നാണ്.
ഉത്തമം പുരുഷാർത്ഥ സത്യം, ഉത്തമം തു പരമാർത്ഥ സത്യം ന കശ്ചിത് ജായത്തെ ജീവൈതി. അതാണ് പരമാർത്ഥ സത്യം. അവിടെ ഇതൊന്നുമില്ല. കാര്യത്തിൽ നമുക്കും ബോധ്യപ്പെടും. എങ്ങനെ? സുഷുപ്തിയിൽ അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇതെന്തെങ്കിലും കണ്ടിരുന്നില്ല. ഏതെങ്കിലും ഒരു വ്യാവഹാരികമായ സത്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാതിഭാസികമായ സത്യം നമുക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അവിടെ ഉറക്കമില്ല. ഇതൊന്നുമില്ലാത്തൊരു സ്ഥലം നമ്മുടെ അനുഭവത്തിൽ തന്നെയാണ്. അവിടെ ഇതെല്ലാം എവിടെ പോയി? ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളില്ല എന്ന് പറയും. എന്ന് പറയും അനുഭവങ്ങളില്ലെങ്കിലും വസ്തുക്കളുണ്ടാകാം. അതാണ് കഴിഞ്ഞ ദിവസക്കാരികൾ നമ്മൾ ചർച്ച ചെയ്തത്. അനുഭവവും വസ്തുവും. അനുഭവങ്ങളില്ലാതെ വസ്തു നിൽക്കാം, അത് നമ്മൾ ചർച്ച ചെയ്തു. അനുഭവത്തിൽ നിന്ന് അനുഭവവും വസ്തുവും തമ്മിൽ അന്യോന്യാശ്രിതമായിരിക്കും. അനുഭവവും വസ്തുവും അഭേദമായിരിക്കും. അപ്പൊ അനുഭവത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തുവില്ല. എത്ര സമർത്ഥനായ ഒരു ശില്പിക്കും അനുഭവത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തു നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അനുഭവത്തിൽ നിന്ന് ഒരു വസ്തുവിനെ വേർപെടുത്തിയിട്ടിതാ എന്ന് പറഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ബോധിച്ചാൽ എന്തായി? അവിടെ അനുഭവം വന്നു കഴിഞ്ഞു. അത് സാധ്യമല്ല. അത് ഏതുപോലെ ആഭരണത്തിൽ നിന്നും അതിന്റെ രൂപത്തെ എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നു. ആഭരണത്തിൽ നമ്മൾ രണ്ടെണ്ണം കാണുന്നുണ്ട്. ഒന്ന് സ്വർണം, മറ്റൊന്ന് വള. സ്വർണത്തിൽ നിന്ന് നമ്മൾ വളയെടുത്ത് മാറ്റാൻ ശ്രമിക്കുക. എത്ര സമർത്ഥനായ ശില്പിക്കും അത് സാധ്യമല്ല. സ്വർണത്തിൽ നിന്ന് വളയെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെയാണ് അന്യോന്യാശ്രിതം എന്ന് മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് ഒരനുഭവത്തിൽ നിന്നും നമുക്ക് വസ്തുവിനെ നീക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞു, വസ്തുവിൽ നിന്ന് അനുഭവത്തെ നീക്കാൻ കഴിയത്തില്ല. അതും സാധ്യമല്ല. രണ്ടിനെ രണ്ടാക്കി കാണിക്കാൻ പറ്റത്തില്ല. ചിത്തചൈത്യങ്ങളെ, ദർശന ദൃശ്യങ്ങളെ നമുക്ക് വേർതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടത് ഒന്നിന്റെ സ്പന്ദനമായതുകൊണ്ട്. ഉക്താർത്ഥം അന്യ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കാരികയിൽ വിശദീകരിച്ചാണ് എന്ന് പറയുന്നത്. ന കശ്ചിത് ജായത്തെ ജീവഃ സംഭവോസ്യ ന വിദ്യത്തെ ഏതത്തത് ഉത്തമം സത്യം യത്ര കിഞ്ചിന്ന ജായതേ ചിത്തസ്പന്ദിതമേവേദം ഗ്രാഹ്യഗ്രാഹകവദ്വയം ചിത്തം നിർവിഷയം നിത്യം അസംഗം തേന കീർത്തിതം സർവം ഗ്രാഹ്യഗ്രാഹകവത് ചിത്തസ്പന്ദിതമേവ ദ്വയം ചിത്തം പരമാർത്ഥ ആത്മേവേദി നിർവിഷയം. ഇവർ പറഞ്ഞു വന്നതിന്റെ സാരത്തെ പറയുകയാണ്. സർവം ഗ്രാഹ്യഗ്രാഹകവത്, നമ്മൾ അനുഭവപ്പെടുന്ന ഗ്രാഹ്യരൂപത്തിലും ഗ്രാഹകരൂപത്തിലും അനുഭവപ്പെടുന്നു. ദർശനരൂപത്തിലും ദൃശ്യരൂപത്തിലും അനുഭവപ്പെടുന്നതെന്ന് മുമ്പ് പറഞ്ഞു. ചിത്ത ചൈത്യങ്ങളെന്ന് മുമ്പിൽ പറഞ്ഞു. ഇതെല്ലാം എന്താണ്? ഒരേ ഒരു തത്വത്തിന്റെ സ്പന്ദനമാണ്. സ്പന്ദനം എന്ന് വേണോ എങ്കിൽ പറയാം, അല്ലെങ്കിൽ പരിണാമം എന്ന് പറയാം, അല്ലെങ്കിൽ വിവർത്തം എന്ന് പറയാം. ഇവിടെ എന്ത് പറഞ്ഞാലും ഒരർത്ഥമാണ്. മറ്റു പല സന്ദർഭങ്ങളിൽ ഇതിനൊക്കെ വേറെ വേറെ അർത്ഥങ്ങളാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ വേറെ, വിവർത്തം എന്ന് പറഞ്ഞാൽ വേറെ, സ്പന്ദനം എന്ന് പറഞ്ഞാൽ വേറെ. ഇവിടെ അതല്ല. ഇവിടെ
ഭാഷയ്ക്കനുസരിച്ചല്ല പറയുന്നത്, അർത്ഥത്തിനനുസരിച്ച് ഭാഷയെ സ്വീകരിച്ചോണം. അതാണ് ഭാഷയ്ക്ക് പ്രാധാന്യമില്ല, അർത്ഥത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ചിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു അസംഗം ആത്മാവാണ്, തുര്യനെന്നും പറയും. തുര്യൻ ഇവിടെ ചിത്തം എന്നുള്ള ശബ്ദം ഉപയോഗിക്കും. മറ്റു പല സന്ദർഭങ്ങളിലും അദ്വൈതത്തിൽ തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നമ്മൾ പറയുന്നതാണ് ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നെല്ലാം വേറെ വേറെ പറയും. അത് വേറെയാണ്, ആത്മാവ് വേറെയാണ്. ആത്മാനാത്മവിവേകം, അവിടെ എന്താണ് ആത്മാവിൽ നിന്ന് ചിത്തത്തെ വേറെയാക്കുന്നു. ഇങ്ങനെ പല പ്രക്രിയകളും അഭ്യാസങ്ങളും ഉണ്ട്. ഇവിടെ ആ രീതിയിലൊന്നുമല്ല പറയുന്നത്. ഇവിടെ ആചാര്യൻ എന്താണ് അങ്ങനെ ഭാഷയുടെ നിയമങ്ങൾക്കൊന്നും വഴങ്ങി കൊടുക്കുന്ന ആളല്ല. വ്യാകരണത്തിനനുസരിച്ചല്ല സംസാരിക്കുന്നു. ആത്മതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഡിക്ഷണറി നോക്കി സംസാരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വ്യാഖ്യാതാക്കൾ ചെയ്യുന്ന പോലെ അല്ല. അവിടെ ഭാഷയ്ക്കപ്പുറമാണ്. അവർക്ക് ഏത് ഭാഷയിലൂടെയും ഏത് പദത്തിലൂടെയും ഒരാശയത്തിനെ ബോധിപ്പിക്കാൻ പറ്റും. അവിടെ പദവിത്പത്തി നോക്കിയിട്ടല്ല സംസാരിക്കുന്നത്. അവിടെ തത്വദൃഷ്ടിയിലാണ് സംസാരിക്കുന്നത്, ഭാഷാദൃഷ്ടിയിലാണ്. അതുകൊണ്ട് ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ തുര്യനെന്നും എടുക്കണം. അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞില്ല എന്നൊന്നും ചോദിച്ചു കളയരുത്. ഇന്ന് ചിത്തസ്പന്ദിതമേവേദം, ഇതാണ് മാണ്ഡവ്യത്തിൽ പറയുന്നതിന്റെ പരമമായ താല്പര്യം. ഇതാണ്, ഇത് ചിത്തസ്പന്ദിതമാണ്. അപ്പം നമ്മളിവിടെ ചിത്തം എന്ന് പറയുമ്പോൾ മനസ്സെന്നുള്ള എടുക്കും. എന്നിട്ട് പറയും മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അവിടെ പറഞ്ഞ അനാത്മവിവേകത്തിൽ അനാത്മാവായ മനസ്സ്, അതിന്റെ സ്പന്ദനമാണ്, അതിന്റെ പരിണാമമാണ്. അതെങ്ങനെയാണ് ശരിയാകും? അവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, വേറെടുത്ത് വേറെ രീതിയിൽ പറഞ്ഞില്ലേ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കുന്നതിന് ഇതിലുള്ള ഏകാഗ്രതയാണ് ആവശ്യം. ഇവിടെ ഇരുന്നിട്ട് യോഗശാസ്ത്രത്തിലേക്കും മന്ത്രശാസ്ത്രത്തിലേക്കും തന്ത്രശാസ്ത്രത്തിലേക്കും പിന്നെ മറ്റ് അദ്വൈത ശാസ്ത്രത്തിലേക്ക് തന്നെ പോയാലും ഇത് പിടികിട്ടത്തില്ല. ഇതിൽ തന്നെ നിൽക്കണം. ഇവിടെ ആചാര്യന്റെ ആശയങ്ങളിൽ തന്നെ നിൽക്കണം. എന്നാലും ഇവിടെ പറയുന്നത് മനസ്സിലാക്കും. യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോകണം. അവിടെ പോയിട്ട് അത് ചിന്തിക്കണം. ഇവിടെ നിന്ന് ചിന്തിച്ചാൽ അത് ശരിയാകും, അവിടെ നിന്ന് ചിന്തിച്ചാൽ ഇത് ശരിയാകത്തില്ല. അതുകൊണ്ട് ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന സങ്കല്പം എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന മനസ്സെന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ ഇത് അതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് താൻ. ഏതിനെങ്കിലും ഇത് നിഷേധിക്കുന്നുമില്ല, സർവത്തെയും ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ സ്പന്ദനമാണ് ഇതം, ഈ കാണുന്ന ഗ്രാഹ്യഗ്രാഹകവദ്വയം, ഇവിടെ കാണുന്ന ഈ ദ്വന്ദ്ങ്ങൾ. ഇവിടെ ഈ ദ്വന്ദ്ങ്ങൾ എന്ന് പറയുമ്പോൾ സർവത്തെയും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഗ്രാഹകവും മറ്റൊന്ന് ഗ്രാഹ്യം. ഒന്ന് ദർശനം, മറ്റൊന്ന് ദൃശ്യം. ഇവിടെ രണ്ട് ദ്വന്ദ്ങ്ങളാണ്, ദർശനവും ദൃശ്യവും. അത് തന്നെ ജാഗ്രത്, അത് തന്നെ സ്വപ്നം. ദർശനവും ദൃശ്യവും. സുഷുപ്തിയിലേക്ക് വന്നാലോ അതില്ല. ഇവിടെ ഈ ചിത്തം എന്ന് പറയുന്നതോ അതവിടെ സുഷുപ്തിയിലുമുണ്ട്. അത് തന്നെ സുഷുപ്തി എന്ന് പറയും, ഈ ചിത്തം തന്നെ. നേരത്തെ പറഞ്ഞല്ലോ അവിടെ സങ്കല്പമില്ല, മനസ്സില്ല. ഇവിടെ നമുക്ക് പറയാം എന്താണ് ചിത്തം ഉണ്ടാകും. എന്തുകൊണ്ട്? ഇവിടെ ഈ ചിത്തം എന്ന് പറയുന്നത് തന്നെയാണ് തുര്യൻ. ഇതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്. അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം ഒരുപോലെ ഇരിക്കും. ജാഗ്രതത്തിലെ ഈ ദർശന ദൃശ്യങ്ങളിൽ നിന്ന് വേറെ, സ്വപ്നത്തിലെ ദർശന ദൃശ്യങ്ങളിൽ നിന്ന് വേറെ.
സുഷുപ്തിയിൽ കുറിച്ച് നമ്മൾ ഇപ്പോൾ സങ്കല്പിക്കുമ്പോൾ എത്തിച്ചേരുന്ന അജ്ഞത അതിൽ നിന്ന് വേറെ. അതുകൊണ്ട് അവന് തുര്യനെന്ന് പേരിട്ടു. അതുകൊണ്ടാണ് തുര്യനെന്ന് പേരിട്ടത്. ഇത് സർവവുമായിരുന്നിട്ട് ഇത് തുര്യനായിരിക്കും. അതാണ്. അതായത് സർവം എന്ന് പറയുമ്പോൾ എന്തായി? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ഇത് മൂന്നുമായിരുന്നിട്ടും ഇത് നാലാമത്തവനുമായിരിക്കും. അതുകൊണ്ട് അവന് നാലാമത്തവൻ എന്ന പേരിൽ തുര്യനെന്നുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെ പറയാം? ഇത് സർവവുമായിരിക്കുന്നു, എന്നാൽ സർവത്തിൽ നിന്നും വിലക്ഷണനായിരിക്കുന്നു, സർവത്തിൽ നിന്നും വേറിട്ട് വിരിക്കുന്നു. സർവവുമായിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്നത്. സർവത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതുകൊണ്ട് ഇവന് മറ്റൊന്നൊന്നും പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് തുര്യനെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ തുര്യന് സ്പന്ദിതമാണ് ഇതം ഈ ഗ്രാഹ്യഗ്രാഹകവദ്വയം ഈ ദ്വന്ദ്വം ഈ ദ്വൈതപ്രതീതി. അദ്വൈതപ്രതീതി ദർശന ദൃശ്യം ഇതാണ് ദ്വൈതപ്രതീതി. ഇതിങ്ങനെ ഇരിക്കെ തന്നെ അതാണ് ഇതിന്റെ സവിശേഷം. ഒന്ന് മറ്റൊന്നോ മാറിക്കഴിഞ്ഞാൽ അത് മാറുന്ന സമയത്ത് അതിന്റെ പൂർവ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാനും വിഷമമാണ്. പരിണാമം എന്ന് പറയുന്ന ഒരു സ്പന്ദനമാണ്. പാല് പരിണമിച്ച് തൈരാകുന്നു. തൈരായാൽ അതിന് പാലായിരിക്കാൻ പറ്റത്തില്ല. അതൊരു സ്പന്ദനമാണ്. പക്ഷെ ഇത് അതുപോലെയുള്ള ഒരു സ്പന്ദനമല്ല. ഈ തുര്യൻ ഇങ്ങനെ ജാഗ്രതായും സ്വപ്നമായും സുഷുപ്തനായും എല്ലാം ഇരിക്കുമ്പോൾ തന്നെ ചിത്തം നിർവിഷയം. ഇത് സ്പന്ദനരഹിതനായും ഇരിക്കുന്നു, നിഷ്പന്ദമായും ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്താണ്? ഒരിക്കൽ നിഷ്പന്ദമായിരിക്കുക, പിന്നീട് വേറൊരു സമയത്ത് സ്പന്ദിക്കുക, അങ്ങനെയല്ല. പാല് ഒരു സമയത്ത് നിഷ്പന്ദമായിരുന്നു, എന്നുവെച്ചാൽ തൈരിന്റെ പരിണാമത്തെ അത് പ്രാപിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അത് പരിണമിച്ച് തൈരായി. അപ്പോൾ അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഇത് രണ്ട് കാലങ്ങളിൽ സംഭവിക്കുന്നു, രണ്ട് ദേശങ്ങളിൽ സംഭവിക്കുന്നു എന്നും പറയാം. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ പറയുന്ന ചിത്തം ഈ കാലദേശങ്ങൾക്കെല്ലാം ആധാരമാണ്. ഈ ചിത്തത്തിന്റെ സ്പന്ദനമാണ് കാലവും ദേശവും. അതുകൊണ്ട് കാലദേശ സ്പന്ദനങ്ങളിലൂടെ ഇത് ഗ്രാഹ്യഗ്രാഹക ഭാവത്തിലിരിക്കുമ്പോഴും ഇത് നിഷ്പന്ദമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് മരുമരീചികയുടെ ജലം കൊണ്ട് മരുഭൂമി നനയുന്നില്ല എന്ന് പറയുന്നു. അത് രണ്ടും സംഭവിക്കുന്നു. ഒരേ സമയം അവിടെ ജലം പ്രത്യക്ഷമാകുന്നു, അതേസമയം അവിടെ ജലം കൊണ്ട് മരുഭൂമി നനയുന്നതുമില്ല. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരേ സമയം ഇത് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയം തന്നെ അസ്പന്ദമായി നിസ്പന്ദമായി ഇത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ സംസാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് നിത്യമുക്തനാണെന്ന് പറയും. അതാണ് ബന്ധത്തിന്റെയും മോക്ഷത്തിന്റെയും രഹസ്യം. അത് തന്നെ അജാതവാദത്തിന്റെ പരമമായ താല്പര്യം അത് തന്നെ. മുമ്പ് പറഞ്ഞല്ലോ, മോക്ഷമില്ല, മുക്തനില്ല, ഗുരുവില്ല, ശിഷ്യനില്ല, സാധകനില്ല എന്നെല്ലാം പറഞ്ഞത് ഇത് തന്നെയാണ്. അതിവിടെ പറയുന്നു ചിത്തം നിർവിഷയം, നിർവിഷയമായിരിക്കുന്നു. എപ്പോൾ നിർവിഷയമായിരിക്കുന്നു? നിങ്ങൾ മുക്തി നേടിയതിനു ശേഷമാണ്, അല്ല നിത്യം. നിങ്ങൾ ബന്ധനസ്ഥനായിരിക്കുമ്പോഴും ബന്ധനത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു. അസംഗം. അതുകൊണ്ട് തന്നെ എന്താണോ സംഘത്തിൽ പെട്ടിരിക്കുമ്പോഴും അസംഗനായിരിക്കുന്നു.
ഇതിന്റെ അതിർവരമ്പ് എന്താണ്? ഇത് സംഘത്തിലിരിക്കുമ്പോഴും അസംഗം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം പോലെ തോന്നും. ഇത് ബന്ധനത്തിൽപ്പെട്ടിരിക്കുമ്പോഴും മുക്തനാണെന്ന് പറഞ്ഞാൽ അതിന് വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നും. എന്താണ്? ഒന്ന് സത്യം, മറ്റൊന്ന് അസത്യം ആണ് വ്യത്യാസം. ബന്ധമോക്ഷങ്ങൾ എന്ന് പറയുന്നത് അത് അസത്യം. അതിനതീതമായിരിക്കുന്ന അവസ്ഥ, നിരപേക്ഷമായ അവസ്ഥ, അത് സത്യം. അതുകൊണ്ട് അതിന് നിത്യമുക്തനായിരുന്നുകൊണ്ട് തന്നെ ഈ ബന്ധനത്തിൽപ്പെടാൻ കഴിയും. നിത്യമുക്തനായിരുന്നുകൊണ്ട് തന്നെ അത് മോക്ഷവും സാധകനും മുക്തനുമൊക്കെ ആയിത്തീരും. അസംഗം തേന കൃത്യതം, അതാണ് ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത് എന്നാണ്. ആത്മാവിന്റെ വാസ്തവസ്ഥിതിയെക്കുറിച്ച് ശാസ്ത്രം ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് പരമാർത്ഥം. ചിത്തസ്പന്ദിതമേവേദം ഗ്രാഹ്യഗ്രാഹകവദ്വയം ചിത്തം നിർവിഷയം നിത്യം അസംഗം തേന കീർത്തിതം. ശാന്തി ശാന്തി ശാന്തി.